നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന കാഴ്ച പശ്ചിമ ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. ഒരു ഗ്രാമത്തിലെ ഒരു കന്നുകാലി ചന്തയിലെ കാഴ്ചയാണ്. കാരണം ബക്രീദ് ആവുമ്പോൾ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട മനുഷ്യർ അവർ വളർത്തുന്ന കന്നുകാലികളെ വിൽക്കാൻ കൊണ്ടുവരികയും അതിന് നല്ല വില കിട്ടുകയും ചെയ്യുന്ന കാലമാണ് ബക്രീദ് കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഈ മുസ്ലിം കേന്ദ്രീകൃത മേഖലകളിൽ സത്യം പറഞ്ഞാൽ പൊന്നിൻ്റെ വിലയുണ്ട് പോത്തിന് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ഓരോ ആളുകളും ഇപ്പോൾ എനിക്കറിയാവുന്ന പലരും ഈ 6, 7, 8, 10 മാസം മുമ്പ് ഒരു പോത്തിനെയോ മറ്റോ വാങ്ങി നിർത്തിയിട്ട് അതിനെ വളർത്തി 75,000 രൂപയ്ക്കും 1,00,000 രൂപയ്ക്കുമൊക്കെയാണ് ഈ ബക്രീദിൻ്റെ സീസണിൽ അഥവാ ഈദുൽ അദ്ഹയുടെ സീസണിൽ വിൽക്കുന്നത്. ഇതിൻ്റെ ലാഭം കിട്ടുന്നത് വൻകിട മുതലാളിമാർക്കോ ബെൻസിൽ പോകുന്നവർക്കോ BMW പോകുന്നവർക്കോ ഒന്നുമല്ല, ഓരോ ഗ്രാമത്തിലെയും കർഷകർക്കാണ്. വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെടുന്ന കർഷകർ, അതിൽ മഹാഭൂരിപക്ഷവും ഇതിൻ്റെ വളർത്തുന്നവർ നോൺ മുസ്ലിംസാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് വളർത്തുന്ന കാർഷിക രീതി വളരെ കുറവാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ അറവ്, പരിചരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ മാംസമാക്കൽ തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നെങ്കിലും ഈ മേഖലയിൽ കർഷകർ കുറവാണ്. അപ്പോൾ ഈ കൃഷിക്കാർ ഈ ബക്രീദ് സമയത്താണ് ഇതിനെ വിൽക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ വിൽക്കാൻ കൊണ്ടുവന്ന ഒരു ചന്തയിൽ ഇത് വാങ്ങുന്നവർ അതിന് തയ്യാറാകാതെ നിരാകരിച്ചതുകൊണ്ട് കിടക്കുന്ന വാഹനങ്ങളുടെ ക്യൂ ആണ് നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഈ പശുക്കളുടെ ഒരു വലിയ സംരക്ഷകരായങ്ങ് മാറി. അങ്ങനെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് ഇത് വാങ്ങിച്ച് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. ഈദുൽ അദ്ഹയ്ക്ക് ഇത് ഒരു നിർബന്ധമായ കാര്യമാണ് എന്ന് വിചാരിച്ചതൊരു നിർബന്ധമായ ഫർളൊന്നുമല്ല. ഫർളെന്ന് പറഞ്ഞാൽ ഇത് നിർവഹിച്ചില്ലെങ്കിൽ ഒരാൾ നരകത്തിൽ പോവുകയോ അല്ലെങ്കിൽ മുസ്ലിം അല്ലാതാവുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത്തവണ ഉത്തരേന്ത്യ അത്തരമൊരു സമീപനം സ്വീകരിച്ചു, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആളുകൾ ഗോസംരക്ഷകരായതോടുകൂടി ഈ പശുക്കളെ നല്ല വിലയ്ക്ക് വാങ്ങാൻ ആളില്ലാത്തൊരു സ്ഥിതിയായി. അങ്ങനെ ക്യൂ കിടക്കുകയാണ്. പലയിടങ്ങളിലും മുസ്ലിങ്ങളല്ലാത്തവർ പോലും പ്രതിഷേധമുണ്ടാക്കി ഈ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതികഠിനമായ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ഇന്ധനവില ഇപ്പോൾ കൂട്ടുന്ന 80, 90 പൈസ, 1 രൂപ അങ്ങനെയൊന്നും നിൽക്കില്ല. ഗണ്യമായ വളർച്ചയുണ്ടാവും. അത് വളരെ പെട്ടെന്നൊന്നും കുറയാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ ടോൾ സംവിധാനം അടക്കമുള്ള സംഗതികളും ഓരോ രാജ്യത്തിൻ്റെയും പ്രതിസന്ധിയും ഒക്കെ കണക്കിലെടുത്ത് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ആഘാതം മുഴുവൻ നമ്മുടെ രാജ്യത്തെ പോലെയുള്ള കൺസ്യൂമർ മാർക്കറ്റാണ് അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് കൂനിന്മേൽ കുരു പോലെ കർഷകർക്ക് കൂടി ഈ സമ്മാനം നമ്മുടെ NDA ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഇനിയുള്ള കാലത്ത് ഇത്തരം സ്ട്രാറ്റജികളാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക. ഈ കിടക്കുന്ന വാഹനങ്ങളും ഇവരുടെ പ്രതിഷേധവുമൊക്കെ ഈ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ലെന്ന് സമീപഭാവി കാലത്ത് മനസ്സിലാവും.